ചേട്ടാ ഇപ്പൊ സമയം 11:05 സമയമായിരിക്കുമ്പോൾ 293 മുതൽ 300 സീറ്റുകൾ വരെയാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യ മുന്നണി സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതാണ് ഡെമോക്രസിയുടെ പവർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. നരേന്ദ്രമോദി 3ാം ടേമിലും ഏകാധിപതിയായി വരും എന്ന് പല ആൾക്കാരും, സംഘപരിവാർ ആൾക്കാർ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളപ്പോഴും അവരും കൂടെ ആഗ്രഹിച്ചിരുന്നു. കാരണം നല്ലൊരു ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കണം. ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടെങ്കിലേ ഡെമോക്രസി ഉള്ളൂ. ഇന്ത്യയുടെ ഡെമോക്രസി എന്താണ്, അതിന്റെ പവർ എന്താണെന്ന് തെളിയിക്കുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ആദ്യം പിന്നിലായിരുന്നു. പക്ഷെ എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം അവിടെ ലക്ഷങ്ങൾ കടക്കുമെന്ന്. എങ്കിലും ഡെമോക്രസിയുടെ ഒരു പവർ അതാണ്. കാരണം നരേന്ദ്രമോദി പിന്നിലാകാൻ കണ്ടിട്ടില്ലാത്ത സംഘപരിവാർ പ്രവർത്തകർ പോലും അതൊന്ന് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് വേണം നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട്. അപ്പോൾ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള തേരോട്ടം ഇന്ത്യ മുന്നണി നടത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കമ്പാരിറ്റീവ്ലിയാണ് ഞാൻ ഈ പറയുന്നത്. കമ്പാരിറ്റീവ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. എക്സിറ്റ് പോളുകളിലൊക്കെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി 200 സീറ്റ് കടക്കില്ല എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ 228 സീറ്റുകളാണ് ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ അവിടെ കടന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ ഈ SP ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി 37 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ 11:05 11:06 സമയം ഈ സമയത്ത് നമ്മൾ പുറത്തു വരുന്നത്. ഈ സൂചന എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, 12:30 മണിയോടുകൂടിയേ പൂർണ്ണമായിട്ടും ചിത്രങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. എന്ത് പറ്റി ഉത്തർപ്രദേശ്, എന്ത് പറ്റി അയോധ്യ എഫക്റ്റ് ഒന്നും ഉത്തർപ്രദേശിൽ അങ്ങോട്ട് എഫക്റ്റ് ആയാലെന്ന് തോന്നുന്നു പെട്ടെന്ന്? അല്ലല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ അയോധ്യ എഫക്റ്റ് എന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അത് ഇഫക്റ്റ് ആയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം നമ്മളിപ്പോ സമയം നേരത്തെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് വോട്ടുകൾ ഇനി എണ്ണാനുണ്ട്. അപ്പൊ നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെയല്ല, കൂടുതൽ വോട്ടുകൾ ഇനി എണ്ണാനുണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു സഖ്യമാണ്. അത് എന്നാൽ NDA എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സഖ്യം തന്നെയാണ്. ഇതാണ് നമ്മൾ ഒരു ജനാധിപത്യത്തിന്റെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ ഒരു ഗുണം തന്നെയാണ്, ജനാധിപത്യത്തിന്റെ ഒരു വിജയം തന്നെയാണ്, ഒരു സൗന്ദര്യം തന്നെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ ശരി തന്നെയാണ്. അത് ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ ഭാരതം ഒരാളിനും അങ്ങനെ ഒരു മേധാവിത്വം കൊടുക്കുന്ന ഒരു സ്വഭാവമല്ല. കാരണം നമ്മുടെ ജനാധിപത്യം രാജ്യത്തെ ഏറ്റവും അധികം ലോകത്തിന് തന്നെ വളരെ മാതൃകയായിട്ടുള്ള ജനാധിപത്യം. നമ്മുടെ തിരഞ്ഞെടുപ്പ് രീതി തന്നെ, ആ പ്രക്രിയ തന്നെ അത്രയും മനോഹരമാണ്. അപ്പൊ ആ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഈ NDA സഖ്യം വലിയൊരു നേട്ടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതൊരു നല്ല ഒരു ജനാധിപത്യത്തിന് നല്ല സൂചകം തന്നെയാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യമല്ല, ഒരിടത്തും സഖ്യമില്ല. ആകെ തമിഴ്നാടിൽ മാത്രമാണ് ഇന്ത്യ സഖ്യം അല്പമെങ്കിലും സഖ്യം എന്ന് പറയാന്നുള്ളത്. പക്ഷെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ഇന്ത്യ സഖ്യം ഒന്നും NDA എന്നും പറഞ്ഞു നമ്മളിപ്പോ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പല കാര്യങ്ങളിലും പോക്കെന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൽ 37 സീറ്റ് ലീഡ് ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ. അവിടെ കൃത്യമായ രീതിയിൽ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ട് അവസാന നിമിഷത്തിൽ BSP ഇന്ത്യ സഖ്യത്തിന് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഞാൻ എൻ്റെ ഒരു വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. കാരണം അയോധ്യ എഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ സംവരണം ഒരു വലിയ വിഷയമാണ്. 3ാം ടേം നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ സംവരണം എടുത്ത് കളയുമെന്ന വലിയ രീതിയിലുള്ളൊരു സംസാരം അവിടെ ഉണ്ടായതിന് പിന്നിലായിരിക്കാം ഇത് എഫക്റ്റ് നമ്മൾ വിചാരിക്കുന്നു. അറിയില്ല ഇനി ഏത് നിലയിലാണ് വോട്ടുകൾ മാറിമറിയാൻ പോകുന്നത്. ബംഗാളിൽ പൗരത്വ നിയമം വന്ന ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ബംഗാളിനെ ആസാമാണ് അവിടെ ബാധിക്കുന്നത്. രജിസ്റ്റർ വരുന്നുണ്ട്, പൗരത്വ രജിസ്റ്റർ. അപ്പൊ അവിടെ മമത വലിയ രീതിയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും മമത അസ്തമിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അതാണ് ജനാധിപത്യം, അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ലീഡാണ് മമത ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 296 സീറ്റാണ് ഇപ്പൊ NDA ഈ സമയത്ത് 11:08 ആയപ്പോൾ 226 സീറ്റ് ഇന്ത്യ മുന്നണിയും ബാക്കിയുള്ളവർ 21 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. 45% വോട്ടുകൾ NDAക്ക് പല ഭാഗത്തും കടന്നു കഴിഞ്ഞ് പല സംസ്ഥാനങ്ങളിലും കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ മഹാരാഷ്ട്രയിലെ ഇന്ത്യ, ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് 1 സീറ്റ് നേടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇന്ത്യ സഖ്യം 37 സീറ്റും ഇന്ത്യ സഖ്യം 42 സീറ്റും ഈ സമയത്ത് 42 സീറ്റ് ഉത്തർപ്രദേശിൽ എടുത്തു കഴിഞ്ഞു. 42 സീറ്റിലേക്ക് ഉയർന്നു കഴിഞ്ഞു ഇന്ത്യ സഖ്യം. NDA വെറും 37 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ എടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് NDA 18 സീറ്റുകളാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. 18 സീറ്റ്. ഇന്ത്യ മുന്നണി 28 സീറ്റ് ലീഡ് ചെയ്യുന്നു മഹാരാഷ്ട്രയിൽ. നിലവിൽ 28 സീറ്റ് മഹാരാഷ്ട്രയിൽ ലീഡ് ചെയ്യുന്നു. തുടക്കത്തിൽ ഇന്ത്യ മുന്നണിക്കാണ് ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഏത് രീതിയിലേക്ക് മറിയും എന്നുള്ളത് പ്രവചനാതീതമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും അല്ല. നമ്മൾ പ്രവചനാതീതമാണ്. കാരണം ഈ UPയിലെ ഒരു രാഷ്ട്രീയം നമ്മൾ വിലയിരുത്തുമ്പോൾ അവിടുത്തെ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്ന് വിലയിരുത്തുമ്പോൾ കേരളത്തിൽ നമ്മുടെ രാഷ്ട്രീയമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ UP പോലുള്ള ഒരു സംസ്ഥാനത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ രാഷ്ട്രീയം മാത്രമല്ല, അവിടെ ജാതി വളരെ, പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ എടുത്താൽ ജാതി പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. UPയിലും അത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ UPയിൽ അവിടെ ഈ പറയുന്ന സംവരണത്തിന്റെ
ഒരു തോത് പിന്നെ ഒരു സംശയം ഉണ്ടാക്കിയേക്കാം. പക്ഷെ ആ സംശയം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പിന് പ്രചരണ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ഈ പ്രചരണം വരുമ്പോൾ ആ പ്രചരണത്തിന് അതിൻ്റെതായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വല്ലാതെ എത്ര തെറ്റായ പ്രചരണം നടത്തിയാൽ പോലും അതിന് തക്കതായ മറുപടി എതിർ പാർട്ടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ അതങ്ങ് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ സമയത്ത് ഒരു കാര്യം പറയാതിരിക്കുമായി നരേന്ദ്രമോദി 50,000 വോട്ടിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 11:11. ഈ സമയത്ത് നരേന്ദ്രമോദി 50,000 വോട്ടിൽ, ആദ്യം 6,000 വോട്ടിന് നരേന്ദ്രമോദി 50,000 വോട്ടിന് മുന്നിൽ എത്തിയതേ ഉള്ളൂ. മോദിയുടെ കഴിഞ്ഞ തവണത്തെ അവിടെ വോട്ടെന്ന് പറയുന്നത് 3 ലക്ഷത്തിന് മുകളിലായിരുന്നു. ഇനി എത്ര വോട്ടുകൾ എണ്ണാനുണ്ട് എന്നതിനുള്ള സൂചനകളാണ് ഇത് പുറത്തു വരുന്നത്. ഈ സമയത്ത് ഒരു കാര്യം കൂടെ നമുക്ക് പറയാതെ പോകാൻ സാധിക്കില്ല. സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം ഇപ്പോൾ 35,809 കടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പല ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. സുരേഷ് ഗോപിയുടെ വോട്ടുകൾ തനിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നെങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ വോട്ടുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ സുരേഷ് ഗോപിയുടെ വോട്ടുകൾ എണ്ണിയത് ക്രിസ്ത്യൻ ഭൂരിപക്ഷം പ്രതാപന് ശക്തിയുള്ള കേന്ദ്രങ്ങളിലായിരുന്നു. ഇനി സുരേഷ് ഗോപിക്ക് ശക്തിയുള്ള മേഖലകളിലാണ് വോട്ടുകൾ എണ്ണാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ സുരേഷ് ഗോപി ഏകദേശം തൃശ്ശൂർ എടുത്തു കഴിഞ്ഞു എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എങ്കിലും ജനാധിപത്യമാണ്, നമ്മൾ ജനങ്ങളെ മാനിക്കണം. നമ്മൾ ഈ മാധ്യമ പ്രവർത്തകരെ പോലെ എടുത്തു കാണാൻ പാടില്ല. അത് വരുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. വലിയ രീതിയിലുള്ള ആഘോഷം പല BJP കേന്ദ്രങ്ങളും ഇപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞു. എന്തായിരുന്നാലും അതൊക്കെ എടുത്തു കഴിയട്ടെ. ഇങ്ങനെ പക്ഷെ നോക്കുമ്പോ NDAക്ക് 304 വോട്ട് വരെ അല്ലെങ്കിൽ സീറ്റ് വരെ ലഭിച്ചു കഴിഞ്ഞു ദേശീയ തലത്തിൽ എന്നുള്ള കണക്കാണ് ഇപ്പൊ അവസാനമായിട്ട് വരുന്നത്. പലരും പല കാര്യങ്ങളാണ് കാണിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. യഥാർത്ഥ ദേശീയ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ നല്ല റിപ്പോർട്ടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളെ വെച്ച് നോക്കുമ്പോൾ 302 കഴിഞ്ഞിരിക്കുന്നു, 304 എന്നാണ് പറയുന്നത്. 216 ചുരുങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് പറയാൻ കഴിയില്ലെങ്കിൽ പോലും NDAക്ക് മുൻതൂക്കം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നമുക്കിന്റെ ഒരു അനലൈസിങ് വരുമ്പോഴാണ് ഈ ഇന്ത്യ സഖ്യം മാറി മാറി. കാരണം ഇന്ത്യ സഖ്യം 28 സീറ്റുകളും NDA 18 ഇപ്പോൾ അവിടെ മഹാരാഷ്ട്രയിലുള്ളത്. മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞാൽ NDAയുടെ കോട്ടയാണ്. മധ്യപ്രദേശിൽ എടുത്തു കഴിഞ്ഞു. ബംഗാളിൽ ഇനി നമുക്ക് നോക്കാം. കഴിഞ്ഞ നമ്മുടെ 18 സീറ്റ് ഉണ്ടായിരുന്നു. ബംഗാളിൽ ഇനി ഒരുപാട് വോട്ടുകൾ, ഒരുപാട് മണ്ഡലങ്ങൾ എണ്ണാനുണ്ട്. ഇതൊക്കെ ആദ്യത്തെ ഫല സൂചനകളാണ്. എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ നാഷണൽ മീഡിയാസിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് NDA സഖ്യത്തിന് 300 സീറ്റുകൾ കേവല ഭൂരിപക്ഷവും കടന്ന് നരേന്ദ്രമോദി അധികാരം ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. 298 കുറയുന്നു, 300 ആവുന്നു, 304 ആവുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഇന്ത്യ സഖ്യം 225 അതിൽ നിന്ന് കുറയുന്നു, 210 വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വരുന്ന നിമിഷങ്ങൾ, അതായത് ഒരു 12:30 മണി വരെയുള്ള നിമിഷങ്ങൾ നിർണായകമാണ്. അത് നമ്മൾ ഈ കാണുന്നത് പോലെ ഈ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഇപ്പം ഭരിക്കുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യമാണെങ്കിൽ പോലും അവിടെ ഉദ്ധവ് താക്കറെയൊന്നും സ്വാധീനം അത്ര മോശമായ സ്വാധീനമല്ല. അവിടെ ഈ കോൺഗ്രസും ഉദ്ധവ് തമ്മിൽ ഒരു നല്ലൊരു ബീഹാറിൽ NDA 33 സീറ്റുകളിൽ മുന്നേറുന്ന റിപ്പോർട്ടുകൾ പുറത്തു. ബീഹാറിൽ 33. നേരത്തെ നോക്കിയപ്പോൾ ബീഹാറിൽ വളരെ കുറവായിരുന്നു NDA സഖ്യം. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ സംവരണത്തിന്റെ ഒരു വിഷയമുള്ളത് കൊണ്ട് മാത്രമല്ല അത് പൗരത്വ നിയമവും എല്ലാ കാര്യങ്ങളും അവിടെ വളരെയധികം എഫക്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. അതെ, അതുകൊണ്ട് NDA സഖ്യം ഇപ്പോൾ പലയിടത്തും കയറി വരികയാണെങ്കിൽ നമുക്ക് ഞാൻ വീണ്ടും പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് 12:30 മണിയായാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ചിത്രങ്ങൾ വരികയുള്ളൂ. ബാക്കി അപ്ഡേറ്റുകളുമായി നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ്.